Hi friends, today we are going to study how to create a dash brush. നമ്മൾ ഇന്ന് ഒരു ഡാഷ് ബ്രഷ് ആണ് പഠിക്കാൻ പോകുന്നത്. ഡാഷ് ബ്രഷ് പറയുമ്പം നമുക്ക് റണ്ണിങ് സ്റ്റിച്ചസ്, ബാക്ക് സ്റ്റിച്ചസ്, ഇങ്ങനെ പല ടൈപ്പ് സ്റ്റിച്ചസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് എന്തെങ്കിലും ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ നോക്കുമ്പോൾ. എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും വി നീഡ് ദിസ് ബ്രഷ്, റൈറ്റ്? സോ നമുക്ക് നോക്കാം ഈ ഡാഷ് ബ്രഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. Here first I am selecting a square canvas. ഞാനൊരു സ്ക്വയർ ക്യാൻവാസ് ആണ് എടുത്തത്. Then I am going to the brush set. അപ്പോൾ അതിൽ കാലിഗ്രഫി ബ്രഷസിൽ പോയാൽ here you can see monoline brushes. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചതാണ്. If you don't know how to duplicate a brush, you just simply swipe towards left. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ you can see these three options. Just click duplicate. So this brush will be duplicated. Okay, അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഐ എം സെലക്ടിങ് ദിസ് ബ്രഷ് ആൻഡ് ഐ എം ഗോയിങ് ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത്രയെങ്കിലും നമുക്ക് ഇത്ര വലുപ്പം വേണം. സൈസ് അഡ്ജസ്റ്റ് ദി സൈസ്. ഓക്കെ, ഒരു ലൈന് വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. മേക്ക് ഷുവർ ദിസ് line is at the center of the canvas. അതെങ്ങനെ നമുക്ക് നോക്കാം? ജസ്റ്റ് സെലക്ട് ദിസ് ട്രാൻസ്ഫോം ടൂൾ ആൻഡ് സെലക്ട് യൂണിഫോം സെലക്ഷൻ. മേക്ക് ഷുവർ സ്നാപ്പിംഗ് ഇസ് ഓൺ. അപ്പോൾ സ്നാപ്പിംഗ് ഓൺ ചെയ്യുക, എന്നിട്ട് ട്രൈ ടു അഡ്ജസ്റ്റ് ഇറ്റ്. അപ്പം സെൻറ്റർ ആണെങ്കിൽ ദിസ് യെല്ലോ ലൈൻ വിൽ ഗോ ത്രൂ ദി സെൻറ്റർ ഓഫ് ദിസ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ലൈൻ ഇസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ക്യാൻവാസ്. ഓക്കെ, അപ്പം അത് നമ്മൾ അങ്ങനെ ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു കോപ്പി ദിസ് ക്യാൻവാസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഐ ഹാവ് ഓൾറെഡി പോസ്റ്റഡ് എ വീഡിയോ റിലേറ്റഡ് ടു ഹാൻഡ് ഗെസ്റ്റേഴ്സ്. ഇഫ് യു ഡിഡ്ന്റ് സീ ഇറ്റ് യെറ്റ്, ജസ്റ്റ് ഗോ ടു മൈ പ്രീവിയസ് വീഡിയോസ് ആൻഡ് വാച്ച് ദ വീഡിയോസ് റിലേറ്റഡ് ടു ഹാൻഡ് ഗെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം 3 ഫിംഗേഴ്സ് വെച്ച് ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ. അപ്പോൾ ഇങ്ങനെ വരും. കോപ്പി ഓൾ, കോപ്പി ചെയ്യുക. ഗോ ടു ബ്രഷസ്. ഞാൻ ഇവിടെ മൈ ബ്രഷ്, ഈ ഡാഷ് ബ്രഷാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ബ്രഷാണ്, പക്ഷെ ഞാനിത് കാണിക്കുകയാണ് എങ്ങനെയാണ് ഈ ബ്രഷ് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ദിസ് പ്ലസ് സൈൻ, ക്രിയേറ്റ് ന്യൂ ബ്രഷ്, ഗോ ടു ഷേപ്സ്, ഷേപ്പ് സോഴ്സ്, ഇമ്പോർട്ട്, പേസ്റ്റ്. അപ്പം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് വൈറ്റ് ക്യാൻവാസിൽ ബ്ലാക്ക് ലൈൻ ആണുള്ളത്. നമുക്ക് ജസ്റ്റ് വി നീഡ് ജസ്റ്റ് ഈ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ക്യാൻവാസിൽ വൈറ്റ്. അപ്പം ജസ്റ്റ് ടാബ് വിത്ത് 2 ഫിംഗേഴ്സ്. അപ്പോൾ ഇത് ഇൻവേർട്ടായി കിട്ടും. ഓക്കെ, നൗ റൊട്ടേഷൻ ഫുൾ ആക്കുക 100%. എന്നാലേ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പാത്തിൽ ഇത് വരുള്ളൂ കേട്ടോ. ആൻഡ് ഗോ ടു ആപ്പിൾ പെൻസിൽ, reduce the opacity to 0. opacity വേണ്ട. go to properties. propertiesൽ maximum size കൂട്ടുക, ഒരു 600% ഒക്കെ നിന്നോട്ട്. ഓക്കെ, മിനിമം സൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഓക്കെ, ദെൻ ടേൺ ദിസ് ഓറിയൻറ്റ് ടു സ്ക്രീൻ ഓപ്ഷൻ ഇല്ലേ, അത് ഓഫ് ചെയ്യുക കേട്ടോ, ഓഫ് ചെയ്യുക. Then go to your stroke path, increase the spacing, നന്നായിട്ട് കൂട്ടുക. അത് ശരിയാണോ എന്നറിയാൻ ക്ലിയർ ഡ്രോയിങ് പാഡ് ക്ലിയർ ചെയ്യുക. ഓക്കെ, കുറച്ച് സ്പേസിങ്ങിൻ്റെ മേലെ ഒന്ന് കളിക്കുക. എത്ര വേണം നിങ്ങൾക്ക്, എത്ര സ്പേസിങ് വേണം എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ മതി തോന്നണം. ഓക്കെ, സ്റ്റെബിലൈസേഷനിൽ എമൗണ്ടും കുറച്ചൊന്ന് കൂട്ടുക. അപ്പോൾ നമ്മുടെ ബ്രഷ് റെഡിയായി തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ലെയർ ഹൈഡ് ചെയ്യാണ്. and I am creating another layer above it. നമുക്ക് ബ്രഷ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
റെഡിയായോ എന്ന്. യെസ്, ആ ബ്രഷ് ഇസ് റെഡി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ബ്രഷ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഞാനിത് ഇന്നിപ്പം ഡാഷ് ബ്രഷ് പറഞ്ഞു. നമുക്ക് ഇനി ഒരു സിപ്പർ ബ്രഷും കൂടെ ഒന്ന് പഠിക്കാം. സിപ്പർ ബ്രഷ്, ആ ഒരു സിപ്പർ പുള്ളില്ലേ, അതും കൂടെ ഒന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെന്നില്ല, ജസ്റ്റ് ബാഗ്സ്, ഇപ്പോൾ സിപ്പർ ഇല്ലാത്ത ബാഗ്സ് ഉണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ വരയ്ക്കാം. എന്നാലും നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ബാഗ്, സിപ്പറൊക്കെ വെച്ചിട്ടുള്ളൊരു ബാഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം അതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡിസൈനിങ് പഠിക്കാം, ഇതുപോലത്തെ ബ്രഷസ് പഠിക്കാം, അതുകൂടാതെ ഫാഷൻ ഇല്ലസ്ട്രേഷൻ പഠിക്കാം, അടിപൊളിയാക്കാം നമുക്ക്. ഓക്കെ, ഇത് കണ്ട് കണ്ട് നിങ്ങളൊരു ഡിസൈനറായിട്ട് ലാസ്റ്റ് മാറും. ഓക്കെ, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ പഠിച്ചു വരാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.